سأل رجل رسول الله صلى الله عليه وسلم من نجاة غدا. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. എന്നിട്ട് ചോദിച്ചു, മൻ നജാത്തു ഗദൻ, നാളെയുടെ രക്ഷ എന്താണ്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, അല്ലാ തുഖാദിഅ, നീ വഞ്ചിക്കാതിരിക്കലാണ്. അല്ലാ തുഖാദിഅ, അല്ലാഹുവെ വഞ്ചിക്കാതിരിക്കലാണ്. ഖാല, അപ്പോ ആ മനുഷ്യൻ ചോദിക്കുന്നു, കൈഫ യുഖാദിഉ അല്ലാഹ്, അല്ലാഹുവിനെ വഞ്ചിക്കുക അങ്ങനെ ഉണ്ടാവുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തഅമല ബിമാ അമറക അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും നിന്നോട് ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം നീ ചെയ്യുന്നു. വതുരീദ ബിഹി ഗൈറ വജ്ഹില്ല, പക്ഷെ അതുകൊണ്ട് മറ്റെന്തൊക്കെയോ ഉദ്ദേശിക്കുന്നു. അല്ലാഹുവും അവന്റെ റസൂലും ചെയ്യാൻ പറഞ്ഞത് തന്നെയാണ് നീ ചെയ്യുന്നത്, പക്ഷെ അതുകൊണ്ട് എന്തൊക്കെയോ ഭൗതിക ലക്ഷ്യം അല്ലെങ്കിൽ ആരെങ്കിലും കാണണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം തന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഫത്തഖു റിയാ, എന്നിട്ട് നബി തങ്ങൾ പറയാം, റിയാ നീ എപ്പോഴും ശ്രദ്ധിക്കണം. ഫഇന്നൽ മുറാഇയ യുനാദി അലൈഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ റിയാ കൊണ്ട് നടന്ന മനുഷ്യന് വിളിക്കപ്പെടുന്നത് അലാ റൂസിൽ ഖലായികതി ബി അർബഅതി അസ്മാ, 4 പേരുകളാണ് അവനെ വിളിക്കുക. യാ കാഫിർ വയാ ഫാജിർ യാ ഖാസിർ വയാ ഖാഇർ എന്നീ 4 പേര് കൊണ്ടാണ് അവിടെ അഭിസംബോധന ചെയ്യപ്പെടുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവനെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നത് എന്താണ്? വല്ല അമലുക വബതല അജ്റുക, നിന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോയി, നിന്റെ കൂലിയൊക്കെ പാഴായി പോയി. ഫലാ ഖലാക ലകല്ലോ, ഇന്ന് നിനക്കുള്ള വിഹിതം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടൂല. ഫൽതമിസ് അജ്റക മിമ്മൻ കുന്ത ലഹു തഅമലു യാ മുഖാദിയ, ഓ ഇരട്ടത്താപ്പുകാരാ, നീ എനിക്ക് വേണ്ടിയല്ല ചെയ്തത്, നിനക്കൊരു ഇരട്ടത്താപ്പ് നയായി, അതുകൊണ്ട് നീ ആരെ തൃപ്തിപ്പെടുത്താനാണോ ജീവിച്ചത്, നീ അമല് ചെയ്തത് അവരുടെ കയ്യിൽ പോയി അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കോ എന്ന് അല്ലാഹു പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ അമലുകളിലൊക്കെ ലോകമാന്യം കടന്നു വരിക, മറ്റുള്ളവർ കാണണം, മറ്റുള്ളവർ അറിയണം എന്ന വിധത്തിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നത് വളരെ അപകടം നിറഞ്ഞതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയും, ഒരു മനുഷ്യന് ഈ അസുഖം ഉണ്ടോ ഇല്ല എന്ന് ടെസ്റ്റ് ചെയ്യാൻ 3 കാര്യങ്ങൾ ചെയ്താൽ, 3 അടയാളങ്ങളുണ്ട്. അത് മനസ്സിൽ വരുന്നുണ്ടോ ഇല്ല എന്ന് ഓരോരുത്തരും ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഖാല അലി റളിയല്ലാഹു അൻഹു കറമല്ലാഹു വജ്ഹഹു ലിൽ മുറാഇ 3 അലാമാത്ത്, ലോകമാന്യം മനസ്സിലുള്ള ആൾക്ക് 3 അടയാളങ്ങൾ ഉണ്ടാകുന്നു. യക്സലു ഇദാ കാന വഹദ, ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഒറ്റക്കാണ്, എന്നാലും മടി പിടിക്കും. ഒറ്റക്കാണ്, ആരും കാണുന്നൊന്നുമില്ല, എന്നാൽ പിന്നെ മടിയനായിരിക്കും ചെയ്യാൻ. അങ്ങനെ നമുക്കുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കാം. വയന്തശു ഇദാ കാന ഫിന്നാസ്, ജനങ്ങളോട് കൂടെയൊക്കെ ആകുമ്പോൾ നല്ല ആക്റ്റീവാണ്, നല്ല ഉഷാറാണ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടോ, ഈ ചിന്തയുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മറ്റൊന്ന് വയസീദു ഫിൽ അമലി ഇദാ ഉസ്നിയ അലൈഹി, ഒരു കാര്യം ചെയ്യുമ്പോൾ ജനങ്ങളൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചെയ്യും. വയംകുസു ഇദാ ദുമ്മ, ആരെങ്കിലും ആക്ഷേപിച്ചാൽ അങ്ങനെയൊന്നും ചെയ്ത് നീ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ എന്നാരെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് ചെയ്യേ. അങ്ങനെ ആർക്കെങ്കിലും മനസ്സിൽ കടന്നു വരുന്നുണ്ടോ, എന്നാൽ ഈ റിയാ നമ്മുടെ മനസ്സിലുണ്ട് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്, അപകടമാണത്. നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും, പക്ഷെ ആ കാര്യം കൊണ്ട് മറ്റൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ യബ്കി ഫിൽ മസ്ജിദി ഫീ സുജൂദി, സുജൂദിൽ കിടന്നിട്ട് കരയാണ്, ശബ്ദത്തിൽ ഇങ്ങനെ കരയുന്നു. ഇത് കണ്ടപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അടുക്കൽ വിളിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഫഖാല അൻത ലൗ കാന ഹാദാ ഫീ ബൈതിക്, ഈ അമല് നിനക്ക് നാളെ ആഖിറത്തിൽ വലിയ ഉപകാരമുള്ള അമലായി നിന്റെ ഏടിൽ രേഖപ്പെടുത്തുമായിരുന്നു, നീ നിന്റെ വീട്ടിൽ വെച്ചാണ് ഈ കരച്ചിൽ ചെയ്യുന്നത്. ഇവിടെ ആകുമ്പോൾ 4 ആൾ കാണണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പോകും, അവിടെ ഇനി ആവർത്തിക്കരുത് എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഉപദേശിച്ചത് ചരിത്രത്തിൽ കാണാം. അപ്പൊ ഏത് അമൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ മറ്റൊരാൾ കാണണം എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവാനേ പാടില്ല. ആളുകൾ ഉണ്ടാകുമ്പോൾ നല്ല ആക്റ്റീവാകുക,
കേൾക്കും കാണും എന്ന ഇങ്ങനെ നല്ല നിസ്കാരം, നല്ല ഖുർആൻ പാരായണം, നല്ല ദിക്ർ, ഇതൊന്നും പാടില്ല. ദിക്ർ എല്ലാം വേണം, പരസ്യമൊക്കെ ചെയ്യുക, ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ ജനങ്ങളെ ബോധിപ്പിക്കാൻ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. എന്തെല്ലാം പറഞ്ഞു, വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധവാന്മാരായ നിസ്കാരം നിസ്കരിക്കുന്നവർ, അല്ലദീന ഹും യുറാഊൻ, ജനങ്ങൾ കാണണം എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നവർ, അങ്ങനത്തെ നിസ്കാരക്കാർക്ക് നാശമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമുക്കൊക്കെ ഈമാൻ വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ, മറ്റുള്ളവരെ കാണിക്കാനുള്ള അമലാക്കാതിരിക്കുമാറാവട്ടെ, ചെയ്യുന്ന അമൽ ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ അല്ലാഹു തആല ഈമാനിക ഖുവ്വത്ത് വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. അല്ലാഹു ഞങ്ങൾ പറഞ്ഞു കേട്ടതെല്ലാം സ്വീകരിച്ച് മിസ്ലി സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഒരു ഖബർ വിശാലമാക്കണേ റഹ്മാനെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. പടച്ചോനെ, അവർ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തോടെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളൊക്കെ മരിക്കുന്ന അവസരത്തിൽ കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പടച്ചോനെ, ഹസ്സയിലെ മുഅ്മിനീങ്ങൾ വലിയ പ്രയാസത്തിലാണ്, വലിയ തീരുമാനങ്ങളിലേക്കൊക്കെ പോവുകയാണ്. റഹ്മാനായ റബ്ബേ, അല്ലാഹു അവർക്ക് നീ വലിയ ഒരു വിജയം നൽകണേ അല്ലാഹ്. വലിയ ഒരു സഹായം നിന്റെ ഭാഗത്ത് നിന്ന് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. നിന്റെ വലിയ ഒരു സഹായം നൽകണേ അല്ലാഹ്. നിന്റെ വലിയ ഒരു ഹിഫ്ള് നൽകണേ അല്ലാഹ്. പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു. നിന്റെ രക്ഷാകവചം അവർക്ക് തുറന്നു കൊടുക്കണേ റഹ്മാൻ. നിന്റെ നസ്ർ നൽകണേ അല്ലാഹ്. അല്ലാഹു ഇന്ന് സുബഹ് ജമാഅത്തിന് ഇവിടെ എത്തിച്ചേർന്ന മുഅ്മിനീങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാഹ്, രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്, കടങ്ങൾ വീട്ടാൻ മാർഗങ്ങൾ കാണിച്ചു തരണേ അല്ലാഹ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായി വല്ല വിപത്തും വിധിച്ചുവെങ്കിൽ അല്ലാഹു എല്ലാം നീ തട്ടിക്കളയണേ അല്ലാഹ്. ഇന്നൊരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുമുള്ള ഈമാനിക കരുത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വ അലിഹി. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ മുർസലീൻ അൽഹംദുലില്ലാഹി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه. السلام عليكم ورحمة الله وبركاته.